മഴയും മണ്ണും വാരിയെടുത്തവർ ഒന്നിച്ചു തന്നെ മണ്ണോട് ചേർന്നു. വയനാട് ചൂരൽമല ദുരന്തം ജീവനെടുത്ത് തിരിച്ചറിയപ്പെടാതെ പോയവർക്ക് നാടിന്റെ പ്രാർത്ഥനയോടെ പുത്തുമലയിൽ അന്ത്യവിശ്രമം. ഒരു ഗ്രാമത്തിലുള്ളവർ, ഒരു നാട്ടിൽ ഒന്നായി കഴിഞ്ഞവർ ഒന്നിച്ച് മണ്ണോട് ചേർന്നു. തിരിച്ചറിയാൻ സാധിക്കാത്ത 29 മൃതദേഹവും 158 ശരീരഭാഗങ്ങളുമാണ് രാത്രിയോടെ സംസ്കരിച്ചത്. സർവമത പ്രാർത്ഥനയോടെ 6 ഘട്ടങ്ങളായാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. ആദ്യം 16 മൃതദേഹവും പിന്നീട് 13 മൃതദേഹവും സംസ്കരിച്ചു. ശേഷം 158 ശരീരഭാഗങ്ങൾ കൂടി സംസ്കരിച്ചു. എല്ലാവിധ ആചാര മര്യാദകളോടും കൂടിയായിരുന്നു സംസ്കാരം. സർവമത പ്രാർത്ഥനയോടെയാണ് കൂട്ടസംസ്കാരം നടന്നത്. ആദ്യം ക്രൈസ്തവ ആചാരപ്രകാരവും പിന്നീട് ഹിന്ദു മുസ്ലിം ആചാരപ്രകാരവും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി. ഇടയ്ക്ക് മഴ പെയ്തെങ്കിലും മണിക്കൂറുകൾ നീണ്ടുനിന്നു സംസ്കാരം. മണ്ണെടുത്ത മനുഷ്യർക്ക് അങ്ങനെ ഒരു നാടാകെ യാത്ര പറഞ്ഞു. ഏഴു ദിവസങ്ങൾക്ക് മുൻപ് പരസ്പരം കണ്ടവർ, ഒന്നിച്ചു യാത്ര ചെയ്തവർ, ഇന്ന് തന്റെ പ്രിയപ്പെട്ടവരാണോ കുഴിമാടത്തിൽ കിടക്കുന്നത് എന്നുപോലും അറിയാതെ കാണാതായവരെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അന്ത്യോപചാരമർപ്പിച്ചു. പല മൃതദേഹവും ശരീരഭാഗങ്ങളും ജീർണിച്ച അവസ്ഥയിലായിരുന്നു. ഓരോ ശരീരഭാഗങ്ങളും മനുഷ്യന്റെ ജീവനായി കണക്കാക്കിക്കൊണ്ടുള്ള സംസ്കാര ചടങ്ങുകളാണ് നടന്നത്. ഒരു കുഴിയിൽ ഒരു ശരീരഭാഗം എന്ന രീതിയിലായിരുന്നു സംസ്കാരം. മൃതശരീരങ്ങൾക്കും ശരീരഭാഗങ്ങൾക്കും നമ്പറുകൾ നൽകിയാണ് സംസ്കരിച്ചത്. അവസാനത്തെ മേൽവിലാസമായി ഓരോ കുഴിമാടത്തിലും പ്രത്യേകം നമ്പറുകൾ എഴുതി കുപ്പിയിലാക്കി അടക്കം ചെയ്തു. കേരളത്തിന്റെ കണ്ണീര് പുരണ്ട അന്ത്യോപചാരം ഏറ്റുവാങ്ങി പേമാരിയിൽ മണ്ണെടുത്തവർ മണ്ണിലേക്ക് തന്നെ മടങ്ങി. ടീം ന്യൂസ് മലയാളം.